ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണോ? സാമ്പത്തികമായി തകർച്ചയിലാണോ നിങ്ങൾ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇണയെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലേ? വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, അതിനൊരു ശാശ്വത പരിഹാരമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗവും 27 വർഷത്തെ ജ്യോതിഷ പാരമ്പര്യവുമുള്ള ജ്യോതിഷൻ ഇരവി പെരൂർ പ്രസാദിന്റെ സേവനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഏതുവിധ പ്രശ്നങ്ങളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ഞങ്ങളുടെ ജ്യോതിഷാലയത്തിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനുമായി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ശ്രീഭദ്ര ആസ്ട്രോളജി റിസർച്ച് സെന്റർ യൂട്യൂബ് ചാനലും പേജുകളും സന്ദർശിക്കുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം പുതുവർഷ ഫലമാണ്. ഓൾറെഡി ലേറ്റായി എന്ന് എനിക്കറിയാം, പക്ഷേ നമുക്ക് സമയക്കുറവാണ്. പക്ഷെ ഒത്തിരി ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് നിങ്ങൾ വീഡിയോസ് ഒന്നും വിടാത്തതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സമയം കിട്ടിയുണ്ട്, എന്നാൽ വീഡിയോസൊക്കെ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പുതുവർഷ ഫലം ഇടുന്നത്. ഓൾറെഡി പുതുവർഷം ആയിക്കഴിഞ്ഞു. അപ്പോൾ എങ്കിലും നമുക്കേതായാലും നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഇടവക്കൂറുകാരുടെ ഫലമാണ്. ഇടവക്കൂറുകാർ എന്ന് പറഞ്ഞാൽ കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നാണ് ഇടവക്കൂർ അല്ലെങ്കിൽ ഇടവൻ രാശി എന്ന് പറയുന്നത്. ഇടവൻ രാശിക്കാരെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് നല്ലതൊക്കെയാണ്, എന്നാൽ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു നേരത്തെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ച് മാറ്റങ്ങളായി ജീവിതത്തിൽ, അല്ലേ? സാമ്പത്തികപരമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാനായിട്ട് സാധിച്ചു. വീടൊക്കെ ഒന്ന് പുതുക്കി പണിയാനൊക്കെ സാധിച്ചു. കുറച്ച് ആൾക്കാർ വാഹനങ്ങളൊക്കെ വാങ്ങി. പിന്നെ അങ്ങനെ സാമ്പത്തികപരമായിട്ട് ചെറിയ ചെറിയ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിച്ചു തുടങ്ങി എന്നാണ് കരുതുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിങ്ങൾക്ക് കുറച്ച് സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും അവർക്ക് ബിസിനസ്സിൽ പുരോഗതി, സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ, പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പം വളരെ നല്ലൊരു സമയമാണെന്ന് വിചാരിക്കുന്നു. ധനകുടുംബസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 11-ലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മറ്റു ഗ്രഹങ്ങൾ പെട്ടെന്നൊക്കെ മാറുന്ന ഗ്രഹങ്ങളായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ ഏറ്റക്കുറച്ചുകളും ഉണ്ടാവും. ആ ഏറ്റക്കുറച്ചുകൾക്ക് അനുസരിച്ച് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. എങ്കിൽ പോലും പൊതുവിൽ ചിന്തിക്കുമ്പോൾ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നമ്മളൊരു പൊതുഫലമാണ് പറയുന്നത്. ഇതിനകത്ത് എല്ലാവർക്കും, ഈ കാണുന്ന എല്ലാവർക്കും ഒരേപോലെ ഇപ്പോൾ ഗുണാനുഭവങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമുക്ക് കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ പകുതി ഭാഗവും ചേർന്നാണ് ഇടവക്കൂർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കാർത്തികക്കാർക്കെല്ലാം പൊതുവിൽ ഒരേ സ്വഭാവങ്ങളും ഒരേ ഗുണങ്ങളും ഒരേ രീതികളുമാണ് ഉള്ളത് അല്ലല്ലോ? ആണോ? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കാർത്തികക്കാരെല്ലാം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തന്നെ 2 കാർത്തികയാണ്. 2 കാർത്തികക്കാർ ഒരേ രീതിയിലാണോ ജീവിക്കുന്നത്? അല്ല. രോഹിണിക്കാർ ഒരേ രീതിയിലാണോ ജീവിക്കുന്നത്? അല്ല. അപ്പം നിങ്ങൾ പറയത്തില്ല, ഈ പറയുന്ന ഫലങ്ങളെല്ലാം അങ്ങേർക്ക് കിട്ടുന്നുണ്ട്, എനിക്ക് കിട്ടുന്നില്ല, അപ്പോൾ ഈ ജോഷം കള്ളത്തരല്ലേ എന്ന് പറയില്ല. അങ്ങനെയല്ല. നമ്മളിതൊക്കെ നമ്മുടെ ഗ്രഹനിലയെ കൂടെ ആശ്രയിച്ചാണ്, ജാതകത്തെ ആശ്രയിച്ചാണ്, ഇപ്പോൾ സഞ്ചരിക്കുന്ന ദശാകാലത്തെ ആശ്രയിച്ചാണ്. അപ്പം ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളൊന്നും ലഭിക്കാത്ത ആൾക്കാരെ നമുക്ക് ഇപ്പോൾ കണ്ടേക്കാം. കാരണം അവർക്ക് ചിലപ്പോൾ സഞ്ചരിക്കുന്നത് വളരെ മോശകരമായിട്ടുള്ള ദശാകാലമായിരിക്കാം. അവരുടെ ജാതകത്തിൽ ആ ഗ്രഹത്തിന് ബലക്കുറവായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് വെറും മണ്ടത്തരമാണ്, ഉളത്തരമാണ്, ഇത് ജോഷം പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്നൊക്കെ വിചാരിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് ഒരു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉയർച്ച ഉണ്ടാവാം. ജോലി ഇപ്പോൾ നമ്മൾക്ക് EPSC ലിസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലൊക്കെ ഉണ്ട്. അവർക്ക് ഈ 6-ാം മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജോലി ലഭിക്കും. അഡ്വൈസർമാർക്ക് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ജോലി ലഭിക്കാൻ വേണ്ടിയുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി നേടാനുള്ള ആൾക്കാരാണെങ്കിൽ തന്നെയും നല്ല ജോലികളൊക്കെ ലഭിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കടന്നു പോകുന്നത്. ഒരു വർഷക്കാലം പൊതുവിൽ നിങ്ങൾക്ക് കടന്നു പോകുന്ന നല്ല അവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് 6-ാം മാസത്തിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. എങ്കിലും വ്യാഴം പോകുന്നത് കർക്കിടക രാശിയിലായതുകൊണ്ട്
നിങ്ങൾക്ക് ചിലപ്പോൾ ആ ദോഷങ്ങളൊന്നും അനുഭവിക്കാനായിട്ട് വരില്ല. നിങ്ങളുടെ ഗ്രഹങ്ങളിലെ വ്യാഴത്തിൻ്റെ ബലത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും വ്യാഴം പോകുന്നത്. അതിൻ്റെ മെച്ചപ്പെട്ട രാശിയിലേക്ക് ആയതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ദുരിതങ്ങൾ ഉണ്ടാവാനും ഇടയില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ അവസ്ഥ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ മെച്ചകരമായിട്ടുള്ള അവസ്ഥയിലാണ് പോകുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ, സന്താനകാരകനാണ് വ്യാഴം. അപ്പോൾ ആ സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ, സന്താനങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി ലഭിക്കാനുള്ള അവസ്ഥ, പുതിയ ഗ്രഹനിർമ്മാണം, ഈ കാര്യങ്ങളൊക്കെ 2026 നടക്കും. ഗ്രഹങ്ങൾ മോടി പിടിപ്പിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ വാഹനങ്ങൾ വാങ്ങാനായിട്ട് നമുക്ക് അനുകൂല സമയമാണ് 2026 എന്ന് പറയുന്നത്. അപ്പോൾ വാഹനങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള ഇടയുണ്ട്. പിന്നെ അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ആയിട്ട് അലട്ടുന്ന ആൾക്കാരാണ് ഈ ഒരു 2026 രോഗങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരും. കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൃഷിയിൽ നിന്നുള്ള സാമ്പത്തിക പുരോഗതി, അതുപോലെ തന്നെ അംഗീകാരങ്ങൾ, കൃഷിയിലൊക്കെ അവർക്ക് പലവിധ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള അംഗീകാരങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ടുള്ള അവസ്ഥയുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിലാണെങ്കിൽ തന്നെയും അവർക്ക് ഈ ഒരു വർഷത്തിൻ്റെ പകുതിക്ക് മുമ്പായിട്ട് തന്നെ അവർക്ക് ജോലി കയറ്റങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള അവസ്ഥ കാണുന്നുണ്ട്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ചില ധനനഷ്ടങ്ങളൊക്കെ ഇടയ്ക്ക് വന്നേക്കാം. ധനനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ടത്തരങ്ങൾ കൊണ്ട് തന്നെ പലവിധ രീതിയിലുള്ള ധനനഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള 2026 ഉണ്ടാകുന്നുണ്ട്. ധന ഇടപാടുകൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ മറ്റു വിഷയങ്ങൾ, അതായത് വിവാഹ കാര്യങ്ങൾ, വിവാഹത്ത് ആലോചിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കമിതാക്കൾക്കൊക്കെ വിവാഹം അവർ പറയുന്നുണ്ട്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, എനിക്ക് ഒന്നിച്ച് താമസിക്കണം, ഒന്ന് വിവാഹം കഴിക്കണം എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലുള്ള ആൾക്കാരുണ്ടല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്നിച്ച് ജീവിക്കാനും വിവാഹം നടത്താനും ഒന്നിച്ച് ജീവിക്കാനും നല്ല ദാമ്പത്യം കെട്ടിപ്പടുക്കാനുമായിട്ടുള്ള ഒരവസ്ഥ വന്നു ചേരും. നമ്മുടെ ഈ ഒരു 2016 പകുതിക്ക് മുമ്പായിട്ട് ആ ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. പിന്നെ പിണങ്ങിക്കിടന്ന, അതായത് പിണങ്ങി മാറി നിന്നിരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, സഹോദരങ്ങളൊക്കെ ആയിക്കോട്ടെ, ബന്ധുമിത്രാദികളൊക്കെ ആയിക്കോട്ടെ, അവർ നമ്മളിലേക്ക് വീണ്ടും വന്നു ചേരുകയും പഴയ പോലുള്ള സൗഹൃദ മനോഭാവത്തോടുകൂടി ഇടപഴകുന്ന ഒരവസ്ഥ വന്നു ചേരും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഈ പകുതിക്ക് ശേഷം ചില ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങൾ മുഖേന ഭിന്നത ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ വന്നു ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫുള്ള് വർഷം അതുപോലെ തന്നെ ആകണമെന്നൊന്നുമില്ല. അതിന് ശേഷം 16 ശേഷം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരുകൾ മുഖേന ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള അവസ്ഥയുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് പുതിയ ദേവാലയ ദർശനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ദേവാലയങ്ങളിൽ പോയിട്ടൊക്കെ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനൊക്കെ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ നമുക്ക് വന്നു ചേരുന്നത്. ഇപ്പോൾ പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊതുവിൽ 2016 മെച്ചകരമാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൂടെ കടന്നു പോകുമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അതിപ്പോൾ എന്താണെങ്കിലും ഉണ്ടാകുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ പൂർണ്ണമായി ലഭിക്കുന്നത് നമ്മുടെ ദശാകാലത്തെ അനുസരിച്ചാണ്. അപ്പോൾ ദശാകാലം മനസ്സിലാക്കാനും പിന്നെ അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കുടുംബ ദുരിതങ്ങളൊക്കെ, ഇതൊക്കെ കുടുംബ ദുരിതത്തിനെ ആശ്രയിച്ചുള്ളതല്ല കേട്ടോ. അപ്പം നമുക്ക് പിതൃക്കളെ ഇരുത്താനുണ്ട്, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളുണ്ട്. ഇതിങ്ങനെയൊക്കെ വരുമ്പോൾ ദുരിതങ്ങളുണ്ടാകും. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളെ ബാധിക്കത്തില്ല അതൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണേ. തീർച്ചയായിട്ടും ഒരു നല്ല ആസ്ട്രോളറെ കണ്ട് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ സാധിക്കത്തുള്ളൂ. രാശി വെച്ച് നോക്കുക, നമ്മുടെ ജാതകം പരിശോധിപ്പിക്കുക. ഇതൊക്കെ എന്താണെങ്കിലും വർഷത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മുടെ ആ ഒരു താൽക്കാലിക ഫലമൊക്കെ അറിയാൻ നല്ലതാണ്. രാശി വെച്ച് നോക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദശാകാലം മനസ്സിലാക്കുക, അപാരകാലം മനസ്സിലാക്കുക. ഇതൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് എന്തെങ്കിലും കണ്ണിൽ കൊള്ളുന്ന ഒരു കാര്യമാണ്, അത് പുരികത്ത് കൊണ്ടുപോകുന്നതായിട്ടൊരവസ്ഥ നമുക്ക് വന്നു ചേരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം ജ്യോതിഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമുദായത്തിന് അല്ലെങ്കിൽ ഒരു ജാതിക്ക് വേണ്ടി മാത്രമുള്ളതൊന്നുമല്ല. ഇപ്പം പല ആൾക്കാരും ജ്യോതിഷം പഠിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള കാര്യമാണ്. കാരണം ഇതിനകത്ത് തട്ടിപ്പൊന്നുമില്ല, ശാസ്ത്രമാണ് മൊത്തം. അത് മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഇപ്പോൾ ഇതിനകത്ത് വിശ്വാസമുണ്ട്. അപ്പം നേരത്തെയാണ് പറയുന്നത് ഇത് ഏതാണ്ട് വലിയ സംഗതിയാണ്, അപ്പോൾ ഇത് നിഗൂഢതകളാണ്. നിഗൂഢതകളൊന്നും ഉള്ള കാര്യങ്ങളല്ല. ഇത് ആർക്കും പഠിക്കാം, എപ്പോഴും പഠിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരഗതിക്ക് അനുസരിച്ച് മനുഷ്യനിലും ജീവജാലങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. അല്ലാതെ ജ്യോതിഷം എന്ന് പറയുന്നത് അങ്ങനെ തട്ടിപ്പോ അല്ലെങ്കിൽ നിഗൂഢതകളോ ഒന്നും ഉള്ള കാര്യമല്ല, ആർക്കും പരിശോധിക്കാം. അപ്പം അത് പഠിച്ച ആൾക്കാർക്കൊക്കെ പൊതുവിൽ ഇപ്പോൾ ഇതിനകത്തൊരു വിശ്വാസമുണ്ട്. അപ്പം നാനാജാതി മാസത്തിൽ ഇപ്പോൾ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് അല്ലെങ്കിൽ രാശി വെച്ച് നോക്കി നിങ്ങളുടെ ഗുണാനുഭവങ്ങൾ ചിന്തിക്കേണ്ടതാണ്. എങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ 2026 നിങ്ങൾക്ക് പൊതുവിൽ നല്ല ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും വന്നു ചേരുന്നത്. പിന്നെ ഞാൻ ചെറിയ ക്ഷേത്ര വഴിപാടുകളോട് പറയാം. എന്തെങ്കിലും പ്രശ്നങ്ങളോട് കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും ചെയ്തോളുക. അതായത് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക്
കൃഷ്ണൻ അമ്പലത്തിൽ തുളസിമാല അർച്ചന, പാൽപ്പായസം ഇത്യാദി വഴിപാടുകൾ നടത്തുക. പിന്നെ അതുപോലെ തന്നെ ധർമ്മ ദൈവസ്ഥാനത്ത് കുളിച്ചൊഴുത് പ്രാർത്ഥിക്കുക. പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക. പിന്നെ നിങ്ങളുടെ കുടുംബ ദേവതകളായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, ഇതര മതസ്ഥർ അവരുടെ മതാചാരാനുഷ്ഠാനം കരസ്ഥമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കലിയുഗത്തിൽ പ്രാർത്ഥനയ്ക്ക് മാത്രമേ, നാമജപത്തിന് മാത്രമേ ശക്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദേവാലയങ്ങളിൽ പോയിട്ട് ഇപ്പം ഞായറാഴ്ച ദിവസമൊക്കെ പോയി കുർബാന ഇത്യാദി വഴിപാടുകൾ നടത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുരിശടിയിലോട്ട് 12 മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ദേവാലയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ ചെയ്യുക. കുടുംബ പ്രാർത്ഥനകൾ നടത്തുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ദോഷങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവർ നിസ്കാരങ്ങൾ മുടങ്ങാതെ ചെയ്യുക. പിന്നെ യാസന ഇത്യാദി കാര്യങ്ങൾ ഓതുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അന്നദാനങ്ങൾക്ക് വേണ്ടി അവർ യതീംഖാനയിലൊക്കെ നമ്മളാ കഴിയുന്ന ചെറിയ ധനങ്ങൾ നൽകി സഹായിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാകും. ഞാൻ പല വീഡിയോസും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അർഹതപ്പെട്ടവർക്ക് മാത്രം നമ്മൾ ധനസഹായം ചെയ്യുക. ദൈവത്തിന് ഒരിക്കലും കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ദൈവത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ നാമജപമാണ്, അല്ലെങ്കിൽ വിളക്കുകൾ കൊളുത്തി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവത്തിന്. ഇപ്പം നിങ്ങൾ ദൈവത്തിന് കൊണ്ടുപോയി എന്താണ് ഇപ്പോൾ സ്വർണം പൂശാനും, കൊടിമരത്തിന് സ്വർണം പൂശാനും, അല്ലെ ചുറ്റും സ്വർണം പൂശാനും, അല്ലെങ്കിൽ അതിനും ഇതിനൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇതപ്പം കണ്ടില്ല. ഇപ്പം അയ്യപ്പനെ വരെ പൊക്കിക്കൊണ്ട് പോകാൻ ശകലമൊന്നും അയ്യപ്പനൊന്നും ഇതായതുകൊണ്ടാണ്, അല്ലെ പുള്ളിയെ പോലും അടിച്ചുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ കൊടുത്തിട്ട് കണ്ടവൻ കൊണ്ടുപോയി തിന്നുന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രാർത്ഥനകൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു നേരം ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ സഹായിക്കുക, അന്നദാനം നൽകുക, അതിനുള്ള പണം നൽകുക. അവിടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നിങ്ങൾ ദേവാലയത്തിൽ പോയി അങ്ങോട്ട് കരഞ്ഞ് അവിടെ ഇരുന്നിട്ട് അവർ വരുമ്പോൾ അവരുടെ കയ്യിലോട്ട് ഇങ്ങനെ സ്വർണം വാരിക്കോരി കൊടുക്കുകയും പണം വാരിക്കോരി കൊടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും ഉണ്ടാകുന്നില്ല. ദൈവത്തിന് വേണ്ടപ്പോൾ ഒരു വിളക്കുകൊളുത്തി പ്രാർത്ഥിക്കുകയോ, അല്ലെങ്കിൽ ഒരു നേരത്തെ പായസത്തിന് ഇപ്പം നമ്മളൊരു പായസം കഴിപ്പിക്കുക, അങ്ങനെ ചെയ്യാം. പിന്നെ അവിടെ ഇരിക്കുന്ന ഇപ്പോൾ നമുക്ക് ഉദാഹരണം ക്ഷേത്രങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ വളരെയധികം യാചകരുള്ള അവസ്ഥയുണ്ട് അല്ലേ. അവർക്ക് 1 രൂപ അല്ലെ 2 രൂപ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പം വളരെ വാർദ്ധക്യത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അവർക്ക് 1 രൂപ കൊടുക്കാതെ അവിടെ പൂജ ചെയ്യുന്ന തിരുമേനിക്ക് ആയിരങ്ങൾ കൊടുക്കാൻ നിങ്ങളുടെ മനസ്സുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടല്ലേ, ഇരിക്കുന്ന ഒരു വാർദ്ധക്യത്തിലുള്ള ഒരാൾക്കാർക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഒരു 5 രൂപ അല്ലെ 2 രൂപ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങി കൊടുത്തുകൂടാ? നിങ്ങൾ ഈ കൊടുക്കുന്ന പൈസ മുക്കുക എന്നല്ലാതെ മോട്ടിക്കുക എന്നല്ലാതെ ഇതുകൊണ്ട് ഒരു ഫലവും ദൈവത്തിനുണ്ടാവുന്നില്ല. ദൈവം അതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു ഗുണവും ചെയ്യത്തുമില്ല. അതുകൊണ്ട് ഏത് മതസ്ഥരായിക്കോട്ടെ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. ദൈവത്തിന് വാരിക്കൊരു പണം കൊടുത്തിട്ടോ സ്വർണം പൂശിട്ടോ ഒന്നും ദൈവം അതൊന്നും കാണുന്നില്ല. ദൈവം പാവപ്പെട്ടവന് ബുദ്ധിമുട്ടുന്നവൻ്റെ ഇടയിലാണ് ദൈവം. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ചെയ്യുക. അവരെ വേണ്ട വിധത്തിൽ സഹായിക്കുക. ഇതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുന്ന ഒരവസ്ഥയിലേ പറയത്തുള്ളൂ. അല്ല വെറുതെ ചുമ്മാ ഇങ്ങനെ വീഡിയോ ഇറക്കുക ഒരാളും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ കൂടെ കണ്ടോളൂല്ലോ. അതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കൺമുൻപിൽ തന്നെ കണ്ടു അല്ലേ. അതൊക്കെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. എത്ര വലിയ സംരക്ഷണം ഉണ്ടായിട്ട് പോലും ആ സ്വർണ്ണപ്പാടകൾ അടിച്ചോണ്ട് പോയില്ലേ. അപ്പോൾ അത് കലിയുഗവർദ്ധനായിട്ടുള്ള ധർമ്മശാസ്താവിൻ്റെയാണ് അടിച്ചുകൊണ്ട് പോയത്. അപ്പം സാധാരണക്കാരൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊള്ളുക. പ്രാർത്ഥനയും വഴിപാടുകയും ചെയ്യുക. എല്ലാവരെയും ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.